നമസ്കാരം. എ ആർ റഹ്മാൻ എന്ന സംഗീത സംവിധായകനെ പ്രത്യേകിച്ച് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ സംഗീതം പ്രേക്ഷകരെല്ലാം അല്ലെങ്കിൽ പ്രേക്ഷകരിൽ നല്ലൊരു വിഭാഗം ആസ്വദിക്കുന്നവരായിരിക്കണം. ആ ഒരു സംഗീതത്തിൻ്റെ ആസ്വാദനത്തെക്കുറിച്ചുമല്ല പറയുന്നത്. കാരണം എനിക്കതിനെ സംബന്ധിച്ച് വ്യത്യസ്തമായ വ്യക്തിപരമായ അഭിപ്രായങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ സംഗീതത്തിൻ്റെ മേന്മയോ ഗുണഗണങ്ങളോ അല്ല നമ്മൾ പറയുവാൻ പോകുന്നത്. നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന അദ്ദേഹം ഈ അടുത്ത ദിവസങ്ങളിൽ BBC ഏഷ്യൻ നെറ്റ്വർക്കിനൊരു അഭിമുഖം നൽകിയിരുന്നു. ആ അഭിമുഖത്തിൽ അദ്ദേഹം പ്രധാനമായി പറഞ്ഞൊരു കാര്യം, അല്ലെങ്കിൽ ഒരു സങ്കടം പോലെ മുന്നോട്ട് വെച്ചൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ദുഃഖങ്ങൾ എല്ലാം ഇങ്ങനെ പുറത്തേക്ക് തികട്ടി വന്നതുപോലെ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിന് ഹിന്ദി സിനിമാ രംഗത്ത്, ബോളിവുഡ് എന്ന് നാം വിളിക്കുന്ന അല്ലെങ്കിൽ പൊതുവെ അറിയപ്പെടുന്ന ഹിന്ദി സിനിമാ രംഗത്ത് നിരവധി അവസരങ്ങൾ മുൻപുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞൊരു 8 വർഷങ്ങളായി അദ്ദേഹത്തിന് അവസരങ്ങൾ കുറഞ്ഞു വരികയാണ്. അദ്ദേഹത്തെ ആരും വിളിക്കുന്നില്ല. അതിൻ്റെ കാരണം ഒരുപക്ഷെ വർഗീയതയാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ ബോളിവുഡിൻ്റെ അധികാര കേന്ദ്രങ്ങൾ മാറിയതുകൊണ്ടാവാം. കലയെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ലാത്തവർ ബോളിവുഡിൻ്റെ അധികാര കേന്ദ്രങ്ങളിലേക്ക് അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുന്ന തലങ്ങളിലേക്ക് ബോളിവുഡിൽ എത്തിയത് കൊണ്ടാവാം അദ്ദേഹത്തിൻ്റെ അവസരങ്ങളെല്ലാം കുറഞ്ഞു വന്നത് ഹിന്ദി സിനിമകളിൽ എന്നുള്ളൊരു സങ്കടം അദ്ദേഹം BBC ഏഷ്യ നെറ്റ്വർക്കിനോട് തുറന്നു പറയുന്നുണ്ട്. ഈ സങ്കടങ്ങളെക്കുറിച്ച് പ്രേക്ഷകരറിഞ്ഞപ്പോൾ, ഈ അഭിമുഖം പ്രസിദ്ധീകരിച്ച് വന്നപ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ, വിവിധ കോണുകളിൽ നിന്ന് ഈ അഭിമുഖത്തെക്കുറിച്ച് ഉയരുന്നത് വിമർശനങ്ങളും അതിലുപരി പരിഹാസങ്ങളുമാണ്. അതാണ് നമ്മുടെ ചർച്ചാ വിഷയം എന്നല്ല, അതുമായിട്ടുള്ള ഒരു ചെറിയ അഭിപ്രായം പങ്കുവയ്ക്കലാണ് പ്രേക്ഷകരുമായി ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വിമർശനങ്ങൾ ഉയരുന്നതിൻ്റെ ഒരു കാര്യം, ഇദ്ദേഹത്തിൻ്റെ അവസരങ്ങൾ കുറഞ്ഞു വന്നതിനൊരു കാരണം ഇദ്ദേഹത്തിൻ്റെ സംഗീതത്തിൻ്റെ ഒരു മേന്മ അല്ലെങ്കിൽ മേന്മ കുറവ് തന്നെയാണ്. കാരണം ബോളിവുഡിൽ സുഭാഷ് ഘയിയെപ്പോലുള്ള സംവിധായകന്മാർ, മണിരത്നമാണ് അദ്ദേഹത്തെ ഏറ്റവും പ്രമുഖമായി ബോളിവുഡിലേക്ക് അവതരിപ്പിക്കുന്നത്. ബോംബെ ദിൽസെ, ബോംബെ തമിഴ് ഒരു മൂലഭാഷ തമിഴായിരുന്നു, അതിനെ ഡബ് ചെയ്ത് ഹിന്ദിയിലിറക്കിയാണ്. ദിൽസെ ഹിന്ദിയിൽ തന്നെ ഹിന്ദി ഭാഷയിൽ തന്നെ ചിത്രീകരിക്കപ്പെട്ടൊരു സിനിമയായിരുന്നു. ബോംബെ വിജയമായിരുന്നു, ദിൽസെ പരാജയമായിരുന്നു. അതും എടുത്തു പറയേണ്ട കാര്യമുണ്ട്. മണിരത്നം അവതരിപ്പിച്ച AR റഹ്മാനെ ബോളിവുഡിൽ താങ്ങിപ്പിടിച്ചിരുന്നത് സുഭാഷ് ഘയിയെപ്പോലുള്ള സംവിധായകന്മാരാണ്. സുഭാഷ് ഘയിയുടെ ഒരു കരിയർ ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ, സുഭാഷ് ഘയിയുടെ കരിയർ ഗ്രാഫിൽ അദ്ദേഹം ആ ഗ്രാഫിൻ്റെ ഏറ്റവും താഴത്തെ ബിന്ദുവിൽ നിൽക്കുന്ന അവസരങ്ങളിലാണ് AR റഹ്മാനുമായി അദ്ദേഹം കൈകോർക്കുന്നത്. അവർ ഒരുമിച്ച് ചെയ്തിട്ടുള്ള സിനിമകളിൽ ഏറ്റവും വലിയ വിജയം താൽ എന്ന സിനിമയായിരുന്നു. അക്ഷയ് ഖന്നയും അനിൽ കപൂറും ഐശ്വര്യ റോയും ഒക്കെ അഭിനയിച്ച താൽ എന്ന സിനിമയായിരുന്നു. ആ താൽ തന്നെ ഒരു ഹിന്ദി സിനിമാ ചരിത്രം മാറ്റിമറിച്ചൊരു വിജയമൊന്നും ആയിരുന്നില്ല. അതിലെ സംഗീതം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടൊരു ഗാനങ്ങൾ തന്നെയായിരുന്നു ആ ചിത്രത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഈ സുഭാഷ് ഘയിയെ പോലുള്ളവർ അദ്ദേഹത്തിന് കൈകൊടുത്തെങ്കിലും ആ സമയത്തും വിജയിച്ച് നിന്നിരുന്ന സംവിധായകരെല്ലാം അദ്ദേഹത്തിന് നേരെ മുഖം തിരിച്ചിരുന്നു എന്നാണ് വിമർശകർ പറഞ്ഞിട്ടുള്ളത്. കാരണം ആ സമയത്ത്, ഈ താലൊക്കെ വരുന്ന സമയത്ത്, കരൺ ജോഹറോ അല്ലെങ്കിൽ ആദിത്യ ചോപ്രയോ അവരുടെ സിനിമകളുടെ ഗുണമേന്മകളൊന്നുമല്ല ഈ വിമർശകർ പറയുന്നത്. അവരാണ് സാമ്പത്തികമായി അന്ന് വിജയിച്ച് നിന്ന, അല്ലെങ്കിൽ സാമ്പത്തിക വിജയത്തിൻ്റെ ഏറ്റവും മേൽത്തട്ടിൽ നിന്നിരുന്ന സംവിധായകർ ഇവരൊക്കെയാണ്. കരൺ ജോഹർ ആവട്ടെ, ആദിത്യ ചോപ്രയാവട്ടെ, മറ്റ് അബ്ബാസ് മസ്താനാവട്ടെ, ഇവരാരും തന്നെ AR റഹ്മാന് ആ സമയത്ത് കൈ കൊടുത്തിരുന്നില്ല. അതിനുശേഷം അബ്ബാസ് മസ്താൻ AR റഹ്മാനുമായിട്ട് ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് കൃത്യമായി ഓർമ്മയില്ല. പക്ഷേ ഈ ഒരു വിമർശകർ ഈ അഭിമുഖത്തെ സംബന്ധിച്ച് ഉയർത്തുന്നുണ്ട്. പരിഹാസം ആണ് പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കാരണം ആ പരിഹാസങ്ങൾക്കുള്ളിലും വളരെ ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ പരിഹാസങ്ങൾ, ഈ അഭിമുഖത്തിന് നേരെ ഉയരുന്നവയിൽ പ്രധാന പരിഹാസം, അദ്ദേഹം പറഞ്ഞല്ലോ, AR റഹ്മാൻ പറഞ്ഞു, ഇതിൻ്റെ ഒരു പവർ ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട്, അധികാര കേന്ദ്രങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്. ബോളിവുഡിലെ കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ബോളിവുഡിൽ തീരുമാനങ്ങൾ എടുക്കുന്ന അധികാര കേന്ദ്രങ്ങൾ മാറിയിട്ടുണ്ടെന്ന്. അതുകൊണ്ടായിരിക്കാം എനിക്കൊരു പക്ഷേ അവസരങ്ങൾ വരാത്തത്, നഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ വർഗീയതയാവാം എന്നും അദ്ദേഹം ഒരു പുട്ടിന് തേങ്ങാപ്പിര പോലെ പറയുന്നുണ്ട്.
അപ്പോൾ ഇതിനെക്കുറിച്ച് വിമർശനങ്ങൾ ഉയർന്നത് പറഞ്ഞു ഞാൻ. പരിഹാസങ്ങൾ ഉയരുന്നതിൻ്റെ പ്രധാന കാരണം കഴിഞ്ഞൊരു 8 വർഷങ്ങൾക്കുള്ളിലല്ല, കഴിഞ്ഞൊരു 15-20 വർഷങ്ങൾക്കുള്ളിൽ ബോളിവുഡിൽ സംഭവിച്ചിട്ടുള്ള പ്രധാന പവർ ഷിഫ്റ്റ് എന്ന് പറയുന്നത് ബോളിവുഡ് ദാവൂദ് ഇബ്രാഹിമിൻ്റെ നേതൃത്വത്തിലുള്ള അധോലോകത്തിൻ്റെ പിടിയിൽ നിന്ന് ഏതാണ്ട് പൂർണ്ണമായി തന്നെ മുക്തമാക്കപ്പെട്ടു എന്നുള്ളതാണ്. അതിനു മുൻപ് ഒരു 15 വർഷങ്ങൾ വേണ്ട, ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് വരെ പോലും ദുബായിയോ അല്ലെങ്കിൽ പാകിസ്ഥാൻ ആസ്ഥാനമാക്കിയോ ഇപ്പോഴും പല ബോളിവുഡ് സിനിമകളിലും ദാവൂദ് ഇബ്രാഹിമിൻ്റെ അല്ലെങ്കിൽ ഹവാല പണത്തിൻ്റെ സ്വാധീനം കാണാറുണ്ട്. വിമർശകർ കറാച്ചി വുഡ് എന്ന് ബോളിവുഡിനെ വിളിക്കാറുണ്ട്. പക്ഷേ ഒരു പ്രകടമായ സ്വാധീനം ദാവൂദ് ഇബ്രാഹിമിൻ്റെ അല്ലെങ്കിൽ അയാളുടെ സംഘാംഗങ്ങളുടെ ബോളിവുഡിൽ നിന്ന് ഏതാണ്ട് പൂർണ്ണമായി അപ്രത്യക്ഷമായി എന്ന് തന്നെ പറയേണ്ടി വരും കഴിഞ്ഞ ഒരു 10 വർഷങ്ങൾക്കുള്ളിൽ. ആ ഒരു പവർ ഷിഫ്റ്റിനെയാണോ AR റഹ്മാൻ ഇനി 8 വർഷങ്ങൾ എന്ന് പറയുന്നത് എന്നാണ് പരിഹാസങ്ങൾ ഉയരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ പരിഹാസങ്ങൾക്കിടയിൽ വളരെ ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അത് തുറന്ന് പറയുന്നില്ല ഞാൻ. പരിഹാസങ്ങൾ, റോളെന്ന് പറയുന്നത് അല്ലെങ്കിൽ കാർട്ടൂണുകളെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സർക്കാസം നമ്മൾ ഉയർത്തുന്നതല്ല, പലരും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയർത്തിയതിനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുവെന്ന് മാത്രം. അതിൽ അന്തർലീനമായ സന്ദേശങ്ങൾ വരികൾക്കിടയിൽ വായിച്ചെടുക്കുക. ആ വരികൾക്കിടയിൽ വായിക്കുമ്പോൾ വരികൾക്ക് മുകളിൽ റഹ്മാൻ പറഞ്ഞ ഒരു കാര്യവും കൂടി ശ്രദ്ധിക്കുക: വർഗീയത കൊണ്ടുമാകാം എനിക്ക് ചിലപ്പോൾ അവസരങ്ങൾ നഷ്ടപ്പെടുന്നതെന്ന്. അപ്പോൾ ഈ പവർ ഷിഫ്റ്റിൽ മുമ്പുണ്ടായിരുന്ന വർഗീയത ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. കാരണം ദാവൂദ് ഇബ്രാഹിം എന്ന് പറയുന്ന വ്യക്തി അധോലോക നായകൻ മാത്രമല്ല, ഒരു ഇസ്ലാമിക ഭീകരവാദിയും കൂടിയായിരുന്നു. അയാളുടെ സ്വാധീനത്തിൽ പൂർണ്ണമായും അമർന്നിരുന്ന ബോളിവുഡ് എന്ന് പറയുന്നത് എന്തായാലും സെക്യുലർ ബോളിവുഡൊന്നും ആയിരിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. നിങ്ങൾ ഹിന്ദി ചിത്രങ്ങൾ കാണുന്നവരാകട്ടെ കാണാത്തവരാകട്ടെ അത് മനസ്സിലാക്കുവാൻ ഹിന്ദി സിനിമകൾ നിരന്തരം കാണണമെന്നൊന്നുമില്ല, അത്രയും മനസ്സിലാക്കാം. അപ്പോൾ ആ പവർ ഷിഫ്റ്റാണോ ഈ വർഗീയത കൊണ്ട് റഹ്മാൻ ഉദ്ദേശിച്ചത് എന്നും പരിഹാസികൾ ചോദിക്കുന്നു. എന്താണെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. എന്തായാലും റഹ്മാന് എല്ലാ ഭാവുകങ്ങളും. നമസ്കാരം.